ജയം രവി നായകനായ സൈറൻ. പുള്ളി ഇതിനകത്തൊരു ജയിൽ പുള്ളിയായിട്ടാണ് ഉള്ളത്. ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പേരിൽ കുറേ നാൾ ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ പുള്ളി പരോള് കിട്ടിയിട്ട് നാട്ടിലേക്ക് വരിക. ആ സമയത്ത് കുറേ കൊലപാതകങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതിന് കേസന്വേഷണവും പരിപാടിയൊക്കെയാണ് സൈറൻ്റെ സ്റ്റോറി. ഇതൊരു റിവെഞ്ച് സ്റ്റോറിയാണ്. സിനിമയ്ക്ക് ഒരു രീതിയിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല. ജയം രവി സൂപ്പറായിരുന്നു. ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലൊക്കെ ഒരു വേറിട്ട തന്നെ പെർഫോമൻസ് ആയിരുന്നു. ഇതിനു മുമ്പ് കാണാത്തൊരു സംഭവമായിരുന്നു ഇതിനകത്തുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ പോലത്തെ റിവെഞ്ച് സ്റ്റോറിയാണ്. അപ്പോൾ അതിൻ്റെ റിവെഞ്ച് സംഭവമാണെങ്കിലും വില്ലന്മാരാണെങ്കിലും അതേപോലെ തന്നെ പുള്ളി ഇവരെ കൊല്ലാൻ വേണ്ടിയുള്ള പ്ലാനിങ് ആണെങ്കിലും എല്ലാം തന്നെ ഒരു നമ്മൾ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവം തന്നെ ഉണ്ടായിരുന്നില്ല. ആ പ്ലാനിങ് ഒക്കെ കുറച്ചും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നിയേനെ. ഒരു ഡള്ളായിട്ട് ഇങ്ങനെ ഒരു ഉറക്കം തൂങ്ങി ഫീലായിരുന്നു മൊത്തത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അടുത്തത് കീർത്തി സുരേഷാണ് നായികയായിട്ടുള്ളത്. ഭയങ്കര മിസ്കാസ്റ്റ് ആയിരുന്നു. കാരണം ഇതിൽ പോലീസ് ഓഫീസറായിട്ടാണ് കേസ് അന്വേഷിക്കാനൊക്കെ വരുന്നതായിട്ട്. പുള്ളിക്കാരൻ്റെ ആ ഡ്രസ്സ് ഇട്ടിട്ട് വരുമ്പോഴത്തേക്കും ഭയങ്കര ബോറായിരുന്നു. ഒരു രീതിയിലും മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല. എക്സ്പ്രഷനും കാര്യങ്ങളും പോലീസുകാരനാകുമ്പോൾ ചൂടാവണമല്ലോ. അപ്പോൾ അത് ഒരു രീതിയിലും പുള്ളിക്കാരത്തേക്ക് ചേരുന്നുണ്ടായിരുന്നില്ല. പിന്നെയും ഭേദം ആ സാധാ എന്താ പറയുക സിവിൽ ഡ്രസ്സ് ഇടുമ്പോഴാണ് പിന്നെ ഒരു ഇത് തോന്നിയത്. ഭയങ്കര മിസ്കാസ്റ്റ് ആയിരുന്നു. പുള്ളിക്കാരത്തേക്കൊക്കെ ഈ ചബ്ബി ടൈപ്പ് റോൾസൊക്കെ പിന്നെയും ചേരുള്ളൂ. പിന്നെ അനുപ പരമേശ്വർ ഉണ്ടായിരുന്നു ഫ്ലാഷ് ബാക്കിലൊക്കെ ആയിട്ട്. പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സീൻസ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഇതിനകത്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയൻ രവിയും യോഗി ബാബു ഉള്ള വേളാങ്കണ്ണി എന്ന കഥാപാത്രം പോലീസുകാരനായിട്ടാണ് പലപള്ളി വരുമ്പോഴത്തേക്കും എന്താ പറയുക ഷാഡോ പോലീസായിട്ട് കൂടെ പോകുന്ന പുള്ളി. ഇവർ തമ്മിലുള്ള അടിപൊളി കുറേ ചിരിക്കാനുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇതിൽ ജയൻ രവിയും മോളുമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. കൊലകാരനായതുകൊണ്ട് മോൾക്ക് ഇവരിൽ ഇഷ്ടമല്ല. അപ്പോൾ അവരുടെ ഇമോഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും തന്നെ വർക്കൗട്ട് ആയിട്ടില്ല. മൊത്തത്തിൽ എനിക്കൊരു ഡൾ ഫിലിമായിട്ടാണ് തോന്നിയത്. താങ്ക് യു.